കുടകിലുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ ചിടക്കിൻ്റെ റെസിപ്പി ചോദിച്ചാണ്. നീളത്തിലരിഞ്ഞ പോർക്ക്, അത് കുറച്ച് ഫാറ്റ് കൂടുതൽ വേണം. ആ പോർക്ക് ഒരല്പം വെളിച്ചെണ്ണയിലിട്ടിങ്ങനെ അതിനു മുമ്പ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഉള്ളൂ. അത് കണ്ടത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് അല്പം ഓയിലിൽ ഇത് സാധനത്തിന് വറുത്ത് കോരണം. നമ്മൾ 1 to 2 സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ പോർക്ക് ചിടക്കൻ ഇന്നലെ കഴിച്ചതോടുകൂടി എനിക്ക് അതിനോടൊരു ഭയങ്കര ആരാധന തോന്നിയുകൊണ്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഇതൊരു നാടൻ സ്റ്റൈൽ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ടൊരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ചിടക്കൻ ഞാനിങ്ങനെ വറുത്ത് കോരി വെച്ചു. ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് കണ്ടു കേട്ടോ. ഇടു സാധനം ശരിക്കും തൊലിയുള്ള ഭാഗമാണ് കൂടുതൽ വേണ്ടത്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇത് 50-50 എടുക്കുന്നത്. ഇതുണ്ട്, ഇതൊരു 50% മീറ്റ്. അത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയാണ് കട്ട് ചെയ്തെടുത്തുള്ളത്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ക്യൂബ് കട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ വറുത്ത് വരാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടിനും, മീറ്റിനും തൊലിക്കും 2 വേവായതുകൊണ്ട് ഞാനിത് 2 തരം തിരിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇൻ 2 സ്റ്റേജസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിന് വേണ്ടി ഇതിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ഫാറ്റാണ് എടുക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് തന്നെ കുറച്ച് ഫാറ്റ് ഇവിടെ ഡ്രൈഡ് ആയിട്ടുള്ളൊരു ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇതിലേക്ക് ഇട്ടു. ഓയിൽ ആണ് ബേസിക്കലി. വേറൊരു പാനിലേക്ക് ഇട്ടു. അത് ചൂടാവട്ടെ. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, നല്ലതായിട്ട് പേസ്റ്റഡ് അല്ല, ചതച്ച പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് ചേർക്കുകയാണ്. ഇത് പതുക്കെ ഒന്ന് സോട്ടായാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. എന്നാലും വിൽസി. പതുക്കെ ഒന്ന് സോട്ട വരുമ്പോഴേക്കും ഇത് നമ്മൾ 1 കിലോ പന്നിയിറച്ചി എടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു അര സവാള, ഫൈനലി ചോപ്ഡ് സവാള, അര സവാള ഇട്ടിട്ടുണ്ട്. നമ്മൾ അത്രയും മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പിടുന്നുണ്ട്. ആദ്യം നമ്മൾ അതിൽ ഉപ്പ് തിരുമ്മി വെച്ചേക്കണം. ഇതിനെ വലിയ ഉപ്പിൻ്റെ ഒന്നും ആവശ്യം ഞാൻ കഴിച്ചപ്പോൾ കണ്ടില്ല. ഇതിലേക്ക് നമ്മൾ അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ശരിക്കും കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. തീരെ എരിവില്ലാത്ത മുളക് പൊടി വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിതിന് പകരം നമ്മുടെ അടുത്ത് നിന്ന് കാശ്മീരി മുളക് പൊടി അധികം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ തീ ഞാൻ കുറച്ച് വെച്ചു. അതിലേക്ക് ഒരല്പം സാദാ മുളക് പൊടി ഇട്ടു. കളറാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി എനിക്ക് കളറ് പ്രധാനമായതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്രൂട്ടോമാൻസിൻ്റെ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. അല്പം ടൊമാറ്റോ സോസ് ചേർക്കും. ഇതിന് പുളി എപ്പോഴും മുമ്പിൽ നിൽക്കും എന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അപ്പം 1 സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അകത്തൊരു അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയാണ്. പുളി ഇപ്പുറത്ത് പുളി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ടലുകാർ ചേർക്കുന്ന പോലെ നമ്മൾ അത്ര റെഡ് കളർ ചേർത്തിട്ടില്ല. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പുളി ചേർത്തു. ഇഞ്ചമ്പുളി എന്നാണ് അവർ പറഞ്ഞത്. ഇതായിരിക്കും ഇഞ്ചമ്പുളി. നമ്മുടെ വാളംപുളിയാണ് അവരുടെ ഇഞ്ചമ്പുളി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഗ്രേവി. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിനെ വീണ്ടും ആദ്യം കോരി വെച്ചിരുന്ന അതിൻ്റെ ഒപ്പം ചേർക്കുകയാണ്. അപ്പോൾ നമ്മളേക്കും ഇതിനകത്ത് കോട്ട് ചെയ്യാനുള്ള കോട്ടിങ് അപ്പുറത്ത് റെഡിയാവുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ഞാൻ നമ്മുടെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് റെസിപ്പി പറഞ്ഞു കൊടുത്തത്. ഇതിങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് എനിക്കും നല്ല ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് അവർ പറഞ്ഞു തന്ന പ്രകാരം ഇഞ്ചമ്പുളി മാത്രമാണ് എനിക്കൊരു കൺഫ്യൂഷനുള്ളൂ. പിന്നെ കാശ്മീരി ചില്ലി ചേർക്കാൻ പറഞ്ഞത് നമ്മുടെ ഒരു കാശ്മീരി ചില്ലി അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇനി നമ്മളിപ്പോൾ അടിച്ചു വെച്ചുള്ള ഗ്രേവിയിലോട്ട് ഈ സാധനം ഇടാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ പോർക്ക് ചെടുക്കൻ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആ പുളിയും ഇതേക്കൂടി. ഇതിനകത്ത് ഹോട്ടലിൽ സാധാരണ റെസ്റ്റോറൻറ്റിൽ അവർ കളർ ചേർക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ കളർ ചേർക്കത്തില്ല. നമ്മുടെ ചെടുക്കൻ, അങ്ങനെ പോർക്ക് ചെടുക്കൻ ആദ്യമായി
ഞാൻ കൂർഗ് സ്റ്റൈൽ പോർക്ക് ചിക്കൻ ഉണ്ടാക്കി നോക്കുകയാണ്. ഏതായാലും ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിത് സെർവ് ചെയ്ത് നല്ല മണം വരുന്നുണ്ട്, സഹിക്കാൻ പറ്റാത്ത മണം. പക്ഷേ കൊള്ളാം. ബാക്കി നമുക്ക് കഴിച്ച് നോക്കി ഞാൻ റിവ്യൂ ഇടാം. അങ്ങനെ ഞാൻ ചിലപ്പോൾ വീഡിയോയിലൊന്നും ഉണ്ടാവില്ല, കാരണം അത്രയും ആക്രാന്ത് കുമാറായിപ്പോയി. കമേഴ്ഷ്യലി പോർക്ക് ചിക്കൻ ഉണ്ടാക്കാൻ മുതലാവുമെന്ന് എനിക്കറിയില്ല, കാരണം 1 കിലോ പോർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ടോട്ടലി ഡ്രൈ ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊരു ക്വാണ്ടിറ്റി ഇതിൽ കിട്ടിയിട്ടില്ല, കാരണം ഇത് ടോട്ടലി നമ്മൾ ഫ്രൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്താണ്. എന്തായാലും അപ്പിയറൻസ് ഇടുവാണ്. ഇതിനൊരു കളർ അങ്ങനെ സെറ്റായിട്ടില്ല, പക്ഷേ ക്രിസ്പിനെസ് ഉണ്ട്, നല്ല ഫ്ലേവറുണ്ട്. നമുക്ക് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയെല്ലാം കൂടി ഇടാം. അവിടെ ചെടുക്കനാണോ എന്ന് എനിക്കിപ്പോഴും വലിയൊരു കിട്ടയില്ല. ബട്ട് സ്റ്റിൽ പോർക്ക് ചിക്കൻ, ഹോം മെയ്ഡ് പോർക്ക് ചിക്കൻ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പി പ്രകാരമാണ് ഉണ്ടാക്കിയത്. ബാക്കി കഴിച്ച് നോക്കിയിട്ട് പറയാം. ഹോട്ടലിൽ കിട്ടുന്ന ചിക്കൻ ഇതുപോലത്തെ കോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. അവർ കളർ ചേർത്ത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് റെഡിഷ് ആയിരിക്കും. പക്ഷേ നമ്മൾ കളർ ഇവിടെ ചേർത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ സെയിം ക്രിസ്പി ഫീൽ. ബാക്കി കഴിച്ച് നോക്കിയിട്ട് പറയാം.